ലിസാൻ പാഠം 2. യഖിള ജുനൈദുൻ. ജുനൈദ് ഉണർന്നു. യഖിള ജുനൈദു മിനൻ നൗമി മുബക്കിറൻ ഖബ്ലൽ ഫജ്ർ. ജുനൈദ് ഉറക്കിൽ നിന്ന് ഫജ്റിന് മുമ്പ് നേരത്തെ തന്നെ ഉണർന്നു. മുബക്കിറൻ നേരത്തെ, യഖിള ഉണർന്നു. വഖാല അവൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനി, എന്നെ ജീവിപ്പിച്ചവൻ. ബഅദമ അമാതനി, എന്നെ മരിപ്പിച്ചതിന് ശേഷം. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മടക്കം. വജലസ അലൽ ഫിറാഷി ബുർഹത്തൻ, കുറച്ചു സമയം വിരിപ്പിലിരുന്ന്. വഖാമ, അവൻ എഴുന്നേറ്റു. വദഖല ഫിൽ ഖലാഇ മുഖദ്ദിമൻ റിജ്ലഹുൽ യുസ്റ, ഇടത് കാല് മുന്തിച്ച് അവൻ ബാത്റൂമിൽ പ്രവേശിച്ചു. വഹുവ യഖൂൽ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ അവൻ പറയുന്നു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. വഖള ഹാജതഹു, അവൻ്റെ ആവശ്യം നിർവഹിച്ചു. വഖറജ മിനൽ ഖലാഇൽ നിന്നവൻ പുറപ്പെട്ടു. മുഖദ്ദിമൻ റിജ്ലഹുൽ യുംന, വലത് കാല് മുന്തിച്ച്. വഹുവ യദ്കുറുല്ലാഹ അസ്സ വജൽ, അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നത്. ബിൽ അദ്കാരില്ലത്തി തഅല്ലമഹ മിനസ്സഫിർ റാബിഹ്, 4-ാം ക്ലാസ്സിൽ നിന്ന് അവൻ പഠിച്ച ദിക്റുകളൊക്കെ ചൊല്ലി അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നു. ഈ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് അതിൻ്റെ തദ്രീബാത്തിൻ്റെ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. മാളിയായ ഫെയിലും മുളാരിയായ ഫെയിൽ എന്ന നിലയിൽ 2 ഇനങ്ങളാണ് ഫെയിൽ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. മാളി എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ എന്ന് പറയും. മുളാരി എന്ന് പറഞ്ഞാൽ ഭാവിയും വർത്തമാനവും 2 കാലങ്ങൾക്കും അറബിയിൽ മുളാരി എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോഴാണ് മാളി. ഫ്യൂച്ചറും പ്രസൻറ്റും മുളാരി ഫെയിലാണ് ഉപയോഗിക്കാറുള്ളത്. തദ്രീബാത്തിൽ നോക്കുകയാണെങ്കിൽ കാണാം, കുറേ പദങ്ങൾ ആ പാഠത്തിൽ ചുവന്ന അക്ഷരത്തിൽ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. യഖിള, ഖാല, അഹ്യ, അമാത, ജലസ, ഖാമ, ദഖല, ഖള, ഖറജ, തഅല്ലമ. ഈ ഇത്രയും ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. വേറെയും 2 ഫീലുകളുണ്ട്. ഇത്രയും ഫീലുകൾ ഹാദിഹി അഫ്ആലും മാളിയ, ഇത് മാളിയായ ഫീലുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഭൂതകാല ക്രിയകൾ, ചെയ്ത് കഴിഞ്ഞ കാര്യം പറയാൻ ഉപയോഗിക്കുന്ന ക്രിയകൾ. ചെയ്യാനിരിക്കുന്നതുമല്ല, ചെയ്തു കൊണ്ടിരിക്കുന്നതുമല്ല, ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തികളെ കുറിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഫെയിലുകളാണ് ഈ പറഞ്ഞത്. പിന്നെയുണ്ട് യഖൂലു എന്നതും ചുവന്ന കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യദ്കുറു എന്നതുമുണ്ട്. ഇത് മാളിയല്ല, ഇവ അഫ്ആലു മുളാരിയായ ഫെയിലുകളാണ്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാനാണ് മുളാരിയായ ഫെയിൽ എന്ന് പറയുന്നത്. ശേഷം കുറേ ഉദാഹരണങ്ങൾ, ഓരോന്നിൻ്റെയും മാളിയും മുളാരിയും ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ഖറഅ, അത് മാളിയായ ഫീലാണ്, അതിൻ്റെ മുളാരിയാണ് യഖറഉ. ജലസ എന്നതിൻ്റെ മുളാരിയാണ് യജ്ലിസു. അത് ഓരോന്നായി വായിച്ചു നോക്കാവുന്നതാണ്. അബദ, യഅബുദു, അമാത, യുമീതു. അതങ്ങനെ വായിച്ച് പഠിക്കണം. ഒന്ന് പറയുമ്പോൾ അടുത്തത് വരുന്ന രൂപത്തിൽ വായിച്ച് പഠിക്കലാണ് കൂടുതൽ. കുറേ പ്രാവശ്യം വായിച്ച് അത് മനസ്സിലാക്കുക. അർത്ഥം ഞാൻ പറഞ്ഞു തരാം 1-2 വാക്കുകളുടെ. ത്വലഅ, ഉദിച്ചു. യത്ലുഉ, ഉദിക്കും അല്ലെങ്കിൽ ഉദിക്കുന്നു എന്ന് 2 അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഖാല, പറഞ്ഞു. യഖൂലു, പറയുന്നു, പറയും എന്ന 2 അർത്ഥത്തിൽ യഖൂലു ഉപയോഗിക്കാവുന്നതാണ്. ജാഅ, വന്നു. യജീഉ, വരും, വരുന്നു എന്ന 2 അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതുപോലെ ഖറജ, പുറപ്പെട്ടു. യഖ്റുജു, പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെടുന്നു, 2 അർത്ഥത്തിലും അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മാളിയായ ഫീലിൻ്റെയും മുളാരിയായ ഫീലിൻ്റെയും അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് കഴിഞ്ഞതാണ്. അമാത്ത, മരിപ്പിച്ചു, കഴിഞ്ഞു. യുമീത്തു, മരിപ്പിക്കും അല്ലെങ്കിൽ മരിപ്പിക്കുന്നു, അത് വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത പേജിൽ നഖ്റഉ വനഫ്ഹം,
എന്നത് അത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ദഹബ ഹമീദുൻ ഇലൽ മദ്രസ. ഈ ദഹബ എന്നുള്ളത് ഏത് ഫെയിലാണ്? മാദിയായ ഫെയിലാണ്. ഹമീദ് മദ്രസയിലേക്ക് പോയി, കഴിഞ്ഞതാണത്. ദഹബ മാദിയായ ഫെയിലാണ്. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ 10 വർഷം ജീവിച്ചു. ആശ ജീവിച്ചു, അതും മാദിയായ ഫീലാണ്. ഹഫറ ജിബ്രീലു ബിഅറ സംസം. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇഷ്തറ അബി മിന്ദീലൻ. എൻ്റെ വാപ്പ ഇഷ്തറ വാങ്ങിച്ചു, മിന്ദീലൻ ടവൽ തുവാല വാങ്ങിച്ചു. അദ്ദനൽ മുഅദ്ദിനു ലി സലാത്തിൽ ഫജ്ർ. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് കൊടുത്തു. ലി സലാത്തിൽ ഫജ്ർ നിസ്കാരത്തിന്. ഒക്കെ മാദിയായ ഫീലുകളാണ്. അടുത്ത ഉദാഹരണങ്ങൾ നോക്കൂ. അതിൽ മുലാരിയായ ഫീലുകളാണ് ഉപയോഗിക്കുന്നത്. യദ്ഹബു അബി ഇല സൂഖ്. എൻ്റെ വാപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും. രണ്ടാമത്തൊരു വെക്കാം. യൽബസു നൗഫലും ബിദിലത്തൻ റസ്മിയ. നൗഫൽ യൂണിഫോം ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും എന്നും അർത്ഥം വെക്കാം. യുസല്ലിമുൽ ഉസ്താദ് അൽ ഔലാദ്. ഉസ്താദ് കുട്ടികളോട് സലാം പറയുന്നു അല്ലെങ്കിൽ പറയും. അൽ അബു യർഹമുൽ ഔലാദ്. വാപ്പ മക്കളോട് കാരുണ്യം ചെയ്യുന്നു. അപ്പോൾ ഈ പാഠത്തിൽ, രണ്ടാമത്തെ പാഠത്തിൽ പ്രധാനമായി പഠിക്കുന്നത് അൽ മാലി വൽ മുലാരി, അതായത് ഭൂതകാല ക്രിയയും അതുപോലെ വർത്തമാനവും ഭാവികാല ക്രിയയെക്കുറിച്ചാണ് പഠിച്ചത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠത്തിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.